പത്തനംതിട്ടയിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ജലജയും വക്കീലും കൂടെ വന്ന് നന്ദുവിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ജലജ പറയുന്നത് കേട്ടിട്ട് നന്ദുവിന് ദേഷ്യം വരുന്നു. അപ്പോൾ നന്ദു പറയാണ്, ഇനി എന്തിന് ഇവിടെ കിടന്ന് പറഞ്ഞാലും ഞാൻ അവനെ വിടത്തില്ല. അപ്പം വക്കീൽ പറയുകയാണ്, ഞങ്ങളെ നിയമമൊന്നും പഠിപ്പിക്കണ്ട എന്ന് പറയാണ്. അപ്പം നന്ദു പറയണം, നിയമമൊന്നും പഠിപ്പിച്ചതല്ലേ, ഇനി കൊടികുട്ടി വക്കീൽ വന്നാലും അവനെ വിടത്തില്ല, അവന് ജാമ്യം കിട്ടുന്ന വകുപ്പൊന്നും അല്ല സാറേ എന്ന് പറയാണ്. അപ്പം ജലജ പറയാണ്, നീ എൻ്റെ മകനെ മനഃപൂർവ്വം കുടുക്കിയതാണോ എന്ന് ചോദിക്കുകയാണ്. അവന് പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അവൻ അതേ കണക്കുള്ള തെറ്റാണ് ചെയ്തേക്കുന്നതെന്ന് പറയാണ്. കൂടുതൽ സംസാരിച്ചാൽ നിങ്ങളെയും കൂടെ പിടിച്ച് ജയിലിടും എന്ന് നന്ദു പറയാണ്. നീ പിടിച്ച് ജയിലിട് എന്ന് പറയാണ്. ഞങ്ങളെല്ലാവരെയും പിടിച്ചങ്ങ് ജയിലിട് എന്ന് പറയണം. ആദ്യം നിങ്ങളെ തന്നെ ഇടേണ്ടത്, നിങ്ങളാണ് അവനെ ഇത്രയും വളർത്തി വഷളാക്കിയത് എന്ന് പറയണം. എന്തായാലും ജാമ്യം കിട്ടത്തില്ലെന്ന് മനസ്സിലായി, വക്കീലിന് മനസ്സിലായി, ജലജയ്ക്ക് മനസ്സിലായി. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, എൻ്റെ മോനെ കാണുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ നന്ദു പറയണം, അവന് ചോദ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞ് പോയി കണ്ടോളം പറയണം. അങ്ങനെ ജലജ അങ്ങോട്ട് പോകുമ്പോൾ വക്കീൽ ചോദിക്കുകയാണ്, ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ചേച്ചിയുടെ ഭർത്താവല്ലേ, എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച നടത്തിക്കൂടെ എന്ന് ചോദിക്കണം. അപ്പോൾ നന്ദു പറയാണ്, എൻ്റെ മുന്നിൽ ഇനി അച്ഛനായാലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ വിട്ടുവീഴ്ച നടത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞാൻ അന്നത്തോടെ ഞാൻ ഈ യൂണിഫോം ഉപേക്ഷിക്കും എന്ന് പറയുകയാണ് നന്ദു. അങ്ങനെ ജലജയാണെങ്കിൽ അബിയെ കാണാനായിട്ട് ചെല്ലുകയാണ്. അബിയാണെങ്കിൽ അമ്മയെ കണ്ടപ്പോൾ ഓടി വരികയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ ജാമ്യത്തിൽ ഇറക്കമ്മേ, ഇവിടെ നിന്ന് കിടന്നാൽ ശരിയാവത്തില്ല എന്ന് പറയുകയാണ്. ഇവിടെ നിന്ന് ഞാൻ നേരെ കോടതിയിൽ പോയാൽ എന്നെ റിമാൻഡ് ചെയ്യത്തേ ഉള്ളൂ, ഞാൻ പിന്നെ ഒരു ജയിൽ പുള്ളിയാന്ന് പറയാണ്. അപ്പോൾ ജലജ പറയാണ്, അവളാണെങ്കിൽ ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് എഴുതി പിടിപ്പിച്ചേക്കുന്നതാണ് വക്കീൽ പറഞ്ഞിരിക്കുന്നത്. ജാമ്യം കിട്ടൽ അതാണ് അവളുടെ ഉദ്ദേശം എന്ന് പറയുകയാണ്. അവൾ നമ്മളോടുള്ള വിരോധം എല്ലാം തീർക്കുകയാണെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് വീട്ടിലുള്ളവരെല്ലാം ഇപ്പോഴും അവനെ ആദർശിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നീ ഒരു ചെറിയ തെറ്റ് ചെയ്തപ്പോൾ നിന്നെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുക എന്നൊക്കെ പറയുകയാണ്. അനന്തപുരിയിലെ കുറ്റമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് രണ്ടുപേരും കൂടെ നിന്ന്. അപ്പം അഭി പറയാണ്, ആ നവ്യയാണെങ്കിൽ അമ്മ ചൂട് പിടിപ്പിച്ചു വേണം, അവൾ ആ കുടുംബം കുളം തോണ്ടണം, ആ രീതിയിൽ ചൂട് പിടിപ്പിച്ചു വേണം, ചേട്ടത്തി അനിയത്തിയും തമ്മിൽ വഴക്കുണ്ടാവണം. ഇതൊക്കെയാണ് അഭിയും ജലജയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആകപ്പാടെ അവിടെ പ്രശ്നം കൊണ്ട് അവളായിട്ട് തന്നെ പ്രശ്നം ഉണ്ടാക്കി ആ കുടുംബം നശിപ്പിക്കണമെന്നൊക്കെയാണ് അഭി ജലയെടുത്ത് പറയുന്നത്. പിന്നെ കാണിക്കുന്ന ഗോവിന്ദനെയും കനകയെയും നയനയൊക്കെയാണ്. അപ്പം നയന അങ്ങോട്ടേക്ക് വന്നതാണ്. 2 ദിവസം നിൽക്കാൻ കനക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗോവിന്ദൻ പറയുകയാണ്, അഭി കാരണം മനുഷ്യനൊരു സ്വസ്ഥതയില്ല, അനന്തപുരിക്കാർക്കും ഇല്ല, നമുക്കുമില്ല. അവൻ ഓരോ ദിവസവും ഓരോ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നയനയുടെ ഫോണിലേക്ക് ദേവയാനി വിളിക്കുന്നത്. അപ്പോൾ നയന പറയാണ്, അനന്തപുരിയിൽ നിന്ന് അമ്മയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ ദേവേനെ ചോദിക്കുകയാണ്, മോള് വല്ലതും കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ കഴിക്കുകയൊക്കെ ചെയ്തമ്മേ, അല്ലെങ്കിൽ തന്നെ ഇവിടെ അമ്മ അടുത്തല്ലേ ഞാൻ വന്നേക്കുന്നത്, അമ്മ എനിക്കെല്ലാം ചെയ്തു തരുമല്ലോ എന്ന് നയന പറയുകയാണ്. കനക അടുത്തുണ്ടോ, ഉണ്ടെങ്കിൽ ഫോൺ ഒന്ന് കൊടുക്കാൻ ദേവേനി പറയാണ്. അങ്ങനെ നയനയാണെങ്കിൽ ഫോൺ കനകയ്ക്ക് കൊടുക്കുകയാണ്. അപ്പം പറഞ്ഞ് വേണി പറയാണ്, നയനെ നന്നായിട്ട് നോക്കിക്കോണേ, എല്ലാം കഴിക്കാനും കുടിക്കാനും ഒക്കെ കൃത്യമായിട്ട് കൊടുക്കണം, അവൾ വേണ്ടാന്നൊക്കെ പറയും, എന്നാലും നിർബന്ധിച്ച് കൊടുക്കണം എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് ദേവയാനി അടുത്ത് കനക. അവളുടെ കാര്യം ഞാൻ നല്ലോണം നോക്കിക്കോളാം എന്ന് പറയാണ്. ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിലാകപ്പാട് ഇഷ്ടകാലമാണെന്ന് തോന്നുന്നു. നന്ദൂട്ടൻ്റെ കല്യാണം നിശ്ചയം മുടങ്ങി. ഇപ്പം എന്താണ്ട് നവ്യയുടെ കാര്യം, അഭി ഇപ്പം ജയിലിലായി. ദേവയാനി പറയാണ്, ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നവ്യയുടെ കാര്യത്തിൽ സഹായിച്ച് അഭി ഒരു വലിയ തെറ്റ് ചെയ്തിട്ട് പോലും ആദർശ് അത് ഏറ്റെടുത്തു. നവ്യയുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ നമ്മളിതൊക്കെ അവന് വേണ്ടി ചെയ്യുമ്പോഴും അവൻ ഇത് കൂടുതൽ എടുത്ത് കൂടുതൽ തെറ്റുകൾ ചെയ്യുകയാണ്. നമ്മളതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുകയാണ് ദേവയാനി. ഇപ്പോഴും അവനെ അങ്ങ് വെറുതെ വിടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം കനക പറയും, അതും ശരിയാ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ച് അങ്ങ് ഫോൺ വെക്കുകയാണ്. അപ്പം നയന പറയാണ്, അമ്മയ്ക്കാണെങ്കിൽ അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ടെൻഷനാണ്, ഞാൻ കഴിച്ചോ കുടിച്ചോ എന്നുള്ള ടെൻഷനാണ്, അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം നിൽക്കുന്നില്ല അമ്മയെന്ന് പറഞ്ഞെന്ന കാര്യം നയന പറയുകയാണ്. എന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകിയാണ്. ജാനകി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പം അങ്ങോട്ട് അജയൻ വരികയാണ്. അജയൻ ചോദിക്കുകയാണ്, നീ എന്ത് ഇന്ന് ആലോചിക്കുന്നത്, നിൻ്റെ മരുമോളെക്കുറിച്ചാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ജാനകി പറയാണ്, അവളെക്കുറിച്ച് ഞാൻ എന്തിനാണ് ആലോചിക്കുന്നത്, എനിക്കറിയാം അവൾ ശരിയല്ലെന്നുള്ള കാര്യം ഇപ്പം എനിക്ക് വ്യക്തമായിട്ടറിയാം എന്ന് പറയുന്നു. അവൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നും എൻ്റെ മോനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാം വ്യക്തമായിട്ടറിയാം, അതുകൊണ്ട് തന്നെ ഞാനെന്തിനാ ഇനി അവളുടെ കാര്യം ചിന്തിക്കുന്നത് എന്ന് പറയുകയാണ്. അജയൻ പറയാണ്, നീ ഇനി അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നിന്നെ ഈ കുടുംബത്തിൽ വാഴിക്കാൻ കൊള്ളത്തില്ല, നിന്നെ അപ്പോഴേ അടിച്ചിറക്കിയാണ് വേണ്ടത് എന്ന് പറയാണ്. അപ്പോൾ ജാനകി പറഞ്ഞല്ലോ, ഒരു തെറ്റ് ആർക്കും പറ്റാം, ഇപ്പം ഞാനതൊക്കെ മാറ്റി ചിന്തിക്കുന്നുണ്ട് എന്ന് പറയാണ്. അല്ല, നീ ആ സമയത്ത് ജലജയുടെയും അബിയുടെയും കൂടെ നിന്നായിരുന്നു എന്ന് അജയൻ പറയുമായിരുന്നു. ജാനകി പറയാണ്, ശരി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെല്ലാം
അബി തെറ്റ് ചെയ്തതിന് അബിയെ ജയിലിലടയ്ക്കണം, അബിയെ കുറ്റം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദർശ് ഒരു തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആരും ആദർശിനെ ഇന്ന് വരെ കുറ്റം പറയുന്നതോ മുത്തശ്ശൻ പോലും അച്ഛൻ പോലും ആദർശിനെ തെറ്റ് പറയുന്നതോ ഞാൻ കേട്ടിട്ടില്ല. അതെന്താ അങ്ങനെ? രണ്ടുപേർക്ക് എന്താ രണ്ട് നിയമം എന്ന് പറയാണ്. അപ്പോൾ അജയൻ പറയാണ് അത് വേറെ പല കാര്യങ്ങളുണ്ട്, അതിപ്പോൾ നീ അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ജാനകി പറയാം അതെന്താ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അജയൻ പറയാണ് അതിൽ കൂടുതൽ സത്യങ്ങൾ അറിയാനുണ്ട്, അത് ഇപ്പോൾ നീ അറിയേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അജയൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ ജാനകിക്ക് ആകപ്പാടെ സംശയമുണ്ട്. ജാനകി ഉടനെയാണ് ദേവേനെ എടുത്തിട്ട് പോവുകയാണ്. അപ്പം ദേവേനെ എടുത്ത് പറയാണ് നിങ്ങൾ അബിയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്, പക്ഷേ ആദർശ് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ആദർശിനെ ആരും കുറ്റപ്പെടുത്തുന്നത് ഞാൻ ഇതുവരെ കേട്ടില്ല, അതെന്താ ഏട്ടൻ്റെ ചോദിക്കുകയാണ്. അപ്പം ദേവേനിക്കൊന്നും മിണ്ടാനില്ല. നിങ്ങളെല്ലാം ആദർശിനെ ന്യായീകരിക്കുന്നുണ്ടല്ലോ, ഏട്ടത്തി ഉൾപ്പെടെ ന്യായീകരിക്കുന്നുണ്ട് എന്ന് പറയാണ്. അത് എൻ്റെ മോൻ വന്ന് എന്നോട് പറഞ്ഞു അമ്മ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, മാത്രമല്ല ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു ചതി ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഞാൻ നയനെ വിശ്വസിച്ചു. മാത്രമല്ല ഞങ്ങൾക്ക് ചന്തമോളെ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി, അതുകൊണ്ട് തന്നെ അവളിപ്പോഴും അച്ഛനാണെന്ന് ആദർശാണ് അച്ഛനാണെന്ന് വിചാരിക്കുന്നത് എന്ന് പറയാണ്. ആദർശിൻ്റെ മകളാണ് ചന്തമോളെന്ന് ഞങ്ങൾ പറയുന്നത് എന്ന് പറയണം. ജാനകിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ ഏട്ടത്തി എന്ന് ചോദിക്കുകയാണ്. ഒരിക്കലും ഏട്ടത്തി അത് അംഗീകരിക്കത്തില്ല. ഏട്ടത്തിക്ക് സത്യമാണെന്ന് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ആദർശിനെ അനുകൂലിക്കത്തുള്ളൂ എനിക്കറിയാം. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞൂടെ എന്ന് ചോദിക്കുക. അപ്പോൾ ദേവേനെ ഒന്നും പറയുന്നില്ല. ദേവേനെ അത് ഇതൊക്കെ പറഞ്ഞ് അങ്ങനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ജാനകിയെ ഒഴിവാക്കുന്നുണ്ട്. ജാനകി അങ്ങ് പോവാണ്. അങ്ങനെ പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ജലജയാണെങ്കിൽ ശരിയാണ് കണ്ടല്ലോ, ഇപ്പം ഞാൻ പറഞ്ഞ ശരിയായല്ലോ, ആദർശിനും അബിക്ക് രണ്ട് നിയമമാണ് ഇവിടെ ഉള്ളത്, ഞങ്ങൾ പുറമ്പോക്കുകളാണ്, നിൻ്റെ മരുമോളാണെങ്കിൽ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇവരെല്ലാവരും കൂടെ മനഃപൂർവ്വം അത് ചെയ്തതാണെന്നും പറഞ്ഞ് ജാനകി ഇളക്കാൻ നോക്കുവാണ് ജലജ. അപ്പം ജാനകി പറയാണ് അതൊന്നും പറയണ്ട, എനിക്കറിയാം എൻ്റെ മരുമോളായിരുന്ന അവൾ എന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും പറയുകയാണ്. അപ്പം ജലജ പറയാണ് അത് ആ നവീൻ പറയുന്ന വക്കീൽ കള്ള തെളിവുണ്ടാക്കി നവീക്കെതിരെ ഇതൊക്കെ തെളിവാക്കി എടുത്തതാണെന്ന് പറയുകയാണ്, അല്ലാതെ അവൾ അങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയണം. അപ്പം ജാനകി പറയാണ് ശരി, അങ്ങനെ തെളിവുണ്ടാക്കി എടുക്കുമ്പോൾ അവൾക്ക് പറഞ്ഞുകൂടെ കോടതിയിൽ ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ അവൾ ഇതൊന്നും വിശ്വസിച്ചില്ലല്ലോ, അവളൊന്നും മിണ്ടാതെ നിന്നെയാണ്. അപ്പോൾ അവൾ ചെയ്ത തെറ്റാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ജലജ ഇതൊന്നും പറഞ്ഞ് എന്നെ മനസ്സ് മാറ്റാനൊന്നും വിചാരിക്കേണ്ട, അബിക്ക് അനുകൂലമായി എന്നെക്കൊണ്ട് പറയിപ്പിക്കാമെന്നും വിചാരിക്കേണ്ട. അബി തെറ്റ് ചെയ്തത് തന്നെ, പിന്നെ എൻ്റെ മരുമോളായിരുന്നവളെ ആരും അനുകൂലിച്ച് പറയണ്ട, എനിക്കറിയാം അവളിപ്പോൾ തെറ്റുകാരി ആണെന്ന്. ജലജയ്ക്ക് മനസ്സിലായി ജാനകി ഇനി അങ്ങനെ അടുക്കത്തില്ലെന്ന്. അങ്ങനെ പോകാനെടുത്ത് ജാനകി തൂക്കിയാണ് ഇനി ആ മൊട്ടച്ചിയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ജാനകി പറയാണ് ആ കാര്യത്തിൽ എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല, ഒരു വീട്ടിൽ നിന്ന് 3 മരുമക്കൾ അത് വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചു, അതെൻ്റെ ഭർത്താവിനോടും എൻ്റെ മകനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജാനകി അങ്ങ് പോവുകയാണ്. ഇനിയിപ്പോൾ ജലജ ഇനി അടുത്ത ഓടി പോവുകയാണ് നവ്യെ എങ്ങനെയെങ്കിലും ചൂട് പിടിക്കാൻ പറ്റുമെന്ന്. അവിടെ ചെന്ന് നവ്യ ഇങ്ങനെ ഇരിക്കുക വിഷമിച്ചിരിക്കുകയാണ്. അപ്പം നവ്യ എടുത്ത് പറയാണ് ഞാൻ എപ്പോഴും പറയുമല്ലോ നമ്മളിവിടുത്തെ പുറമ്പോക്കുകളാണെന്നും നമ്മളെ അവർക്കെല്ലാവർക്കും വിരോധം ഉണ്ടെന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ നീ വിശ്വസിക്കത്തില്ലായിരുന്നല്ലോ എന്ന് പറയണം. അപ്പം നവ്യ പറയണം അമ്മ എപ്പോഴും പറയുമ്പോഴും ഞാൻ അത്രയും അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, ഇപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ആവശ്യം ഇവിടെ ഇല്ല, നമ്മളിവിടുത്തെ പുറമ്പോക്കുകളാണെന്നും മനസ്സിലായി എന്നൊക്കെ പറയണം. ഇതിനെ ഞാൻ അങ്ങനെ വിടുമെന്നൊന്നും വിചാരിക്കേണ്ട എന്നൊക്കെ നവ്യ പറയണം. അപ്പോൾ ജലജ പറയാണ് ഈ കാര്യത്തിൽ നമുക്ക് രണ്ടുപേർക്കും ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെ ഇവരോട് പ്രതികാരം ചെയ്യണം എന്ന് പറയുകയാണ്. അങ്ങനെ അവർ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ നവ്യ നിൽക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.